ഓക്കെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ റോമൻ ന്യൂമറൽസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ ലെറ്റേഴ്സാ നമ്മൾ യൂസ് ചെയ്യുന്നത് റോമൻ ന്യൂമറൽസില്? ഷമീൽ പറഞ്ഞേ. ഏതൊക്കെ ലെറ്റേഴ്സാ? ഐ, വി, എക്സ്, എക്സ് കഴിഞ്ഞിട്ട് എൽ, സി, ഡി ആൻഡ് എം. ഇത്രയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നേ? ഓക്കെ, അപ്പൊ റൂൾസ് പഠിപ്പിച്ചില്ലേ? We discussed the rules for writing Roman numerals. പറഞ്ഞില്ലേ? Who is ready to answer explain the rules? ആരാ മിസ്സിന്റെ റൂൾസ് ഒന്ന് പറഞ്ഞിരുന്നേ? സൂര്യദേവ് പറയാൻ പറ്റുമോ? ഫസ്റ്റ് റൂൾ എന്താന്ന് പറഞ്ഞാ മതി. എന്താ റോമൻ ന്യൂമറൽസ് എഴുതാനുള്ള ഫസ്റ്റ് റൂൾ എന്താ? ഇതുപോലെ പറഞ്ഞോ. അറിയില്ല. അറിയില്ല? ഓക്കെ, വേറെ ആരാ അറിയുന്ന ആരാ? എല്ലാം കൈവന്നിച്ചേ. ഫസ്റ്റ് റൂൾ അറിയുന്ന ആരാ? ആരുമില്ലേ? ഓക്കെ, എബിൻ, വെരി ഗുഡ്. എബിൻ പറഞ്ഞ മോനെ ഫസ്റ്റ് റൂൾ എന്താന്ന് പറഞ്ഞേ? The symbol I and X can be repeated up to 3 times. That means the value is added. Symbols is never written or explained. ടെക്സ്റ്റ് നോക്കി വായിച്ചതല്ലേ? ഇറ്റ്സ് ഓക്കെ. എന്നാൽ അതാണ് ഫസ്റ്റ് റൂൾ എന്ന് മനസ്സിലായില്ലേ? എന്താ ഫസ്റ്റ് റൂൾ? നമുക്ക് റോമൻ നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് ഐ ആൻഡ് എക്സ്, ഐ എന്ന് പറയുന്ന സിമ്പലും എക്സ് എന്ന് പറയുന്ന സിമ്പലും അപ് ടു 3 ടൈംസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എത്ര ടൈംസ് വരെ റിപ്പീറ്റ് ചെയ്യാം? അപ് ടു 3 ടൈംസ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഹിന്ദു അറബിക് ന്യൂമറൽസ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സ് ഇല്ലേ? 0, 1, 2, 3, 4, 5, 6 ഇല്ലേ? ആ ഡിജിറ്റ്സ് നമുക്ക് നമ്പേഴ്സ് എഴുതുമ്പോൾ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എഴുതാം അല്ലേ? ഇപ്പൊ 1 എന്ന് പറയുന്ന ഡിജിറ്റ് തന്നെ നമുക്ക് 2 തവണ, 3 തവണ, 4 തവണ, 5 തവണ, 6 തവണ അങ്ങനെ കുറേ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. പറ്റില്ലേ? ബട്ട് ഇൻ റോമൻ നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് ഐ ആൻഡ് എക്സ്, ഈ ഐ എന്ന് പറയുന്ന സിമ്പലും എക്സ് എന്ന് പറയുന്ന സിമ്പലും മാത്രമേ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. എത്ര തവണ വരെ റിപ്പീറ്റ് ചെയ്യാം? അപ് ടു 3 ടൈംസ്, അതായത് മാക്സിമം 3 ടൈംസ് വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് റൂൾ. ഇവിടെ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Here repetition means addition of its value. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ വാല്യൂ ആഡ് ചെയ്യുന്നു എന്നാ മീൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് സാധാരണ ഡിജിറ്റ്സ് വെച്ചിട്ട് 22 എന്ന് പറയുന്ന ഡിജിറ്റ് നമ്പർ എഴുതുന്നു എന്ന് വെച്ചോ. 2 എന്നുള്ള ഡിജിറ്റ് വെച്ചിട്ട് നമ്മൾ 22 എന്ന് പറയുന്ന ഡിജിറ്റ് എഴുതി. 2 തവണ റിപ്പീറ്റ് ചെയ്തില്ലേ 2 എന്ന് പറയുന്ന ഡിജിറ്റ്? 2 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് 22 എന്ന് എഴുതി. അവിടെ നമ്മൾ 2ന്റെ വാല്യൂ ആഡ് ചെയ്യാണോ ചെയ്യുന്നത്? ആണോ? 2ന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യാണോ ചെയ്യുന്നേ? അല്ലല്ലോ. 22ന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഇല്ലേ?
ഇല്ലേ? 2 + 2 4 അല്ലല്ലോ നമ്മൾ 2 2 എന്ന് എഴുതിയാൽ കിട്ടുന്ന വാല്യൂ അല്ല. ബട്ട് ഇൻ റോമൻ ന്യൂമറൽസ് I എന്ന് പറയുന്ന സിമ്പിളിന്റെ വാല്യൂ എത്രയാ? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് I? ഇറ്റ് ഈസ് 1. I ന്റെ വാല്യൂ 1. നമ്മൾ I എന്ന് പറയുന്ന സിമ്പിള് 2 തവണ എഴുതിയാല് എന്തായി? 2 ആയി അല്ലേ? എങ്ങനെ? I ന്റെ വാല്യൂ 1, 1 + 1 2 ആയി. ഇനി 3 തവണ എഴുതിയാലോ? 1 + 1 + 1 3 ആയി. അതാണ് ഹിന്ദു അറബിക് ന്യൂമറലും റോമൻ ന്യൂമറലും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? ഇപ്പോ x എന്ന് പറയുന്ന സിമ്പിളിന്റെ വാല്യൂ എത്രയാ? ഇറ്റ് ഈസ് 10 അല്ലേ? x നമ്മൾ 2 ടൈംസ് എഴുതിയാലോ? x that is 10 + 10 20. 2 തവണ x എഴുതിയാൽ അതിന്റെ വാല്യൂ 20 ആവും. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂൾ. The symbols I and x can be repeated up to 3 times in a number. നോട്ട്സ് ഇല്ല എല്ലാവരുടെയും കയ്യിൽ? കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ആക്കിയില്ലേ? ഓക്കെ, here repetition means the value of symbols are added. നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും തവണ ആ സിമ്പിൾസിന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി എന്താ സെക്കൻഡ്? ഫസ്റ്റ് റൂൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താ സെക്കൻഡ് റൂൾ? എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്, ഒന്നും കൂടി പറയുന്നതേ ഉള്ളൂ. സെക്കൻഡ് റൂൾ എന്താ? ആരാ പറയുന്നത് സെക്കൻഡ് റൂൾ? ശ്രീദേവ് കൃഷ്ണ. ഓക്കെ, ശ്രീദേവ് പറഞ്ഞോ സെക്കൻഡ് റൂൾ എന്താന്ന് പറഞ്ഞോ. When a symbol with smaller value is written at the right side of a symbol with greater value, their value will be added. എന്താ ഒന്ന് മലയാളത്തിൽ പറഞ്ഞേ? പറയാൻ പറ്റുമോ? ഇല്ല. ആർക്കാ പറയാൻ പറ്റുന്നേ? ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്ന ആർക്കാ? സെക്കൻഡ് റൂൾ ഫോർ റൈറ്റിംഗ് റോമൻ ന്യൂമറൽസ്. ആരും ഇല്ലേ? അയ്യേ കഷ്ടം. ആൻഡ്രോസിന് പറയാൻ പറ്റുമോ? സെക്കൻഡ് റൂൾ പറയാൻ പറ്റുമോ? നോ. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞുതരാം. സെക്കൻഡ് റൂൾ ഈസ് when a symbol of smaller value is written on the right side of a symbol of greater value, the value is added. എന്താ? നമ്മള് ചെറിയ വാല്യൂ ഉള്ള ഒരു സിമ്പൽ വലിയ വാല്യൂ ഉള്ള ഒരു സിമ്പലിന്റെ റൈറ്റ് സൈഡിൽ എഴുതുന്നെന്ന് വിചാരിച്ചോ. അങ്ങനെ എഴുതിയാല് അതിന്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യും. ഒരു മിനിറ്റ്. When a symbol of smaller value is written on the right side of a symbol of greater value, the value will be added. നമ്മളിപ്പോ സാധാരണ ഡിജിറ്റ്സ് വെച്ചിട്ട് 1 2 3 4 എന്ന് വെച്ച ഡിജിറ്റ്സ് വെച്ചിട്ട് ഒരു സ്മോളർ വാല്യൂള്ള ഡിജിറ്റ് വലിയൊരു ഡിജിറ്റിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ എഴുതിയാല്, ഇപ്പൊ 1 ഉള്ള ഡിജിറ്റ് 5ന്റെ റൈറ്റ് സൈഡിൽ എഴുതിയാൽ എത്ര നമ്പർ? 51 അല്ലേ? അപ്പൊ അതിന്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യാണോ ചെയ്യുന്നത്? 5 1 എഴുതിയാല് അതിന്റെ വാല്യൂ ആഡ് ചെയ്യാണോ ചെയ്യുന്നത്? 51ന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഇല്ലേ? ഉണ്ടല്ലോ. 5 1 എഴുതിയാല് 51 വായിക്കും. അതിന്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മള് 5 1 ആഡ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. ബട്ട് ഇൻ റോമൻ ന്യൂമറൽസ് നമ്മള് സ്മോളർ വാല്യൂ
സിമ്പിൾ ഏതാ? ഐ. ഐ ആണ് ഏറ്റവും ചെറിയ വാല്യൂ ഉള്ളത്. ഐ എന്ന് പറയുന്ന സിമ്പിൾ വി എന്ന് പറയുന്ന സിമ്പിളിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതിയെന്ന് വിചാരിച്ചോ. വിന്റെ വാല്യൂ എത്രയാ? 5. 5ന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതി. ജസ്റ്റ് ലിസൺ. ഓക്കെ, ഐ എന്ന് പറയുന്ന സിമ്പിൾ എത്രയാ അതിന്റെ വാല്യൂ? 1. ഇനി ഐ എന്ന് പറയുന്നത് നമ്മള് വിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ എഴുതിയാല് എന്താ ചെയ്യാ? വിന്റെ വാല്യൂ 5, then ഐന്റെ വാല്യൂ 1. അത് രണ്ടും കൂട്ടിയാല് വി ഐ എന്ന് പറഞ്ഞാല് 6. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇതാണ് സെക്കൻഡ് റൂൾ. എന്താ? സ്മോളർ വാല്യൂ ഉള്ള ഒരു സിമ്പിൾ ഗ്രേറ്റർ വാല്യൂ ഉള്ള ഒരു സിമ്പിളിന്റെ റൈറ്റ് സൈഡിൽ എഴുതിയാൽ അതിന്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യും. ഇപ്പൊ എക്സിന്റെ റൈറ്റ് സൈഡില് ഐ എഴുതിയിട്ടുണ്ടെങ്കിലോ എക്സിന്റെ വാല്യൂ എത്രയാ? 10. 10ന്റെ കൂടെ നമ്മള് ഐന്റെ വാല്യൂ ആയ 1 ആഡ് ചെയ്താല് ഇതിന്റെ ടോട്ടൽ വാല്യൂ 11 കിട്ടും. മനസ്സിലായില്ലേ? ഇനി എക്സിന്റെ റൈറ്റ് സൈഡിൽ 2 തവണ ഐ എഴുതിയാലോ? 2 തവണ ഐ എഴുതി. ഐ ക്യാൻ ബി റിപ്പീറ്റഡ് അപ് ടു 3 ടൈംസ് അല്ലെ? ഐ എന്ന് പറയുന്ന നമ്പർ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ എക്സിന്റെ റൈറ്റ് സൈഡിൽ 2 തവണ ഐ എഴുതിയാല് 10ന്റെ കൂടെ അതിന്റെ വാല്യൂ 2 തവണ നമ്മൾ ആഡ് ചെയ്യും. 10 plus 1 plus 1 that is 12. ഇനി എക്സിന്റെ റൈറ്റ് സൈഡിൽ 3 തവണ ഐ എഴുതിയാലോ? 3 തവണ വരെ നമുക്ക് ഐയും എക്സും റിപ്പീറ്റ് ചെയ്യാം അല്ലേ? 3 തവണ ആഡ് ഐ എഴുതിയിട്ടുണ്ടെങ്കിൽ 10 plus 1 plus 1 plus 1 that is equal to 13. ഓക്കെ, ഇനി എന്താ തേർഡ് റൂൾ? എന്താ സെക്കൻഡ് റൂൾ? മനസ്സിലായോ? സെക്കൻഡ് റൂൾ ക്ലിയർ ആയോ? യെസ്. ഓക്കെ, വാട്ട് ഈസ് തേർഡ് റൂൾ? ഈ സെക്കൻഡ് റൂള് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തേർഡ് റൂൾ. എന്താ തേർഡ് റൂൾ? നമ്മൾ സ്മോളർ വാല്യൂ ഉള്ള ഒരു സിമ്പിൾ ഗ്രേറ്റർ വാല്യൂ ഉള്ള ഒരു സിമ്പിളിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതാണെങ്കിൽ ഈ സ്മോളർ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഗ്രേറ്റർ വാല്യൂന്ന് മൈനസ് ചെയ്യും. മനസ്സിലായോ? ലിസൺ. ഇവിടെ നമ്മള് എന്താ ചെയ്തേ? റൈറ്റ് സൈഡിലാ എഴുതിയേ. ഇനി ലെഫ്റ്റ് സൈഡില് സ്മോളർ വാല്യൂ ഉള്ള സിമ്പിൾ എഴുതിയെന്ന് വെച്ചോ. വിന്റെ ലെഫ്റ്റ് സൈഡിൽ ഐ എഴുതിയാല് എന്താ ചെയ്യണ്ടേ? വിന്റെ വാല്യൂ 5, അതിൽ നിന്ന് ഐന്റെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുന്നു. ടോട്ടൽ വാല്യൂ 4 എന്ന് കിട്ടും. ബട്ട് റിമെമ്പർ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ലേ? ഐയും എക്സും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതാന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ് റൂൾ പ്രകാരം? റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പോ എപ്പോഴും റൈറ്റ് സൈഡിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. റൈറ്റ് സൈഡിൽ മാത്രമേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുള്ളൂ. ഇനി എക്സിന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ ഐ എത്രയായിരിക്കും അതിന്റെ വാല്യൂ വരാ? എക്സിന്റെ വാല്യൂ 10, അതിൽ നിന്ന് നമ്മൾ ഐന്റെ വാല്യൂ മൈനസ് ചെയ്യുന്നു. അപ്പൊ ഐ എക്സ് എന്ന് പറഞ്ഞാല് 9.
ഓക്കെ, മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതാണ് 3 റൂള് പറയുന്നത്. റോമൻസ് എഴുതാനുള്ള 3 റൂൾ. നിങ്ങൾ പേജ് നമ്പർ 76 എടുത്തേ. പേജ് നമ്പർ 76. There are some examples. Did you see that? Look at example 1. Express as Hindu Arabic numerals. First example ഒന്ന് നോക്കിയേ. ഒരു 6 റോമൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് ഈക്വൽ ആയിട്ടുള്ള ഹിന്ദു അറബിക് ന്യൂമറൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ XIV. എല്ലാവരും ടെക്സ്റ്റിൽ നോക്കിയാൽ മതി, നോട്ടിലേക്ക് എഴുതണ്ട കേട്ടോ. XIV. അപ്പൊ ഫസ്റ്റ് എക്സിന്റെ വാല്യൂ എത്രയാ? എക്സിന്റെ വാല്യൂ 10. അതിന്റെ റൈറ്റ് സൈഡിലല്ലേ നമ്മൾ ബാക്കിയുള്ള സിമ്പിൾസ് എഴുതിയിട്ടില്ലേ? അപ്പൊ 10നോട് നമ്മൾ ബാക്കിയുള്ളത് ആഡ് ചെയ്യണം. സോ 10 പ്ലസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് IV. IV എന്ന് പറയുമ്പോ ആദ്യം വരുന്നത് സ്മോളർ വാല്യൂ ഉള്ള സിമ്പിൾ, പിന്നെ വരുന്നത് ഗ്രേറ്റർ വാല്യൂ ഉള്ള സിമ്പിൾ അല്ലെ? ഐന്റെ വാല്യൂ അല്ലേ വിന്റെ വാല്യൂനെക്കാളും ചെറുത്. സോ ഹിയർ the value of I is subtracted from value of V. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റോമൻ ന്യൂമറൽസിൽ റൈറ്റ് സൈഡിലേക്ക് പോകും തോറും സിമ്പിൾസിന്റെ വാല്യൂ കുറഞ്ഞു വരും. ഒരിക്കലും റൈറ്റ് സൈഡിൽ നമ്മൾ ഗ്രേറ്റർ വാല്യൂ ഉള്ള സിമ്പിൾ എഴുതില്ല. അതായത് IVX നമ്മൾ ഒരിക്കലും എഴുതില്ല. IVX എന്ന് പറഞ്ഞാൽ 1, 5, 10 അങ്ങനെ ഒരു നമ്പർ റോമൻ ന്യൂമറലിൽ വരില്ല. എപ്പോഴും റൈറ്റ് സൈഡിലേക്ക് വരുംതോറും സിമ്പിൾസിന്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പൊ ഇവിടെ 10ന്റെ വാല്യൂ കഴിഞ്ഞിട്ട് IV എന്നാ വരുന്നേ. ഫസ്റ്റ് സ്മോളർ വാല്യൂ പിന്നെ ഗ്രേറ്റർ വാല്യൂ. അതെന്താ പറയുന്നേ? തേർഡ് റൂൾ പ്രകാരം സ്മോളർ വാല്യൂ ഗ്രേറ്റർ വാല്യൂന്ന് മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? വിന്റെ വാല്യൂന്ന് ഐന്റെ വാല്യൂ മൈനസ് ചെയ്യും. 5 - 1 എത്രയായിരിക്കും? 5 - 1 4. അപ്പൊ ടോട്ടൽ വാല്യൂ എത്ര വരും? 10 + 4 14. മനസ്സിലായോ? ഓക്കെ, ഇനി സെക്കൻഡ് നമ്പർ നോക്കിയേ. XVI. ഇവിടെ എല്ലാ സിമ്പിൾസിന്റെയും വാല്യൂ ഡിക്രീസ് ചെയ്ത് വരുന്നു. XVI. അപ്പൊ എന്ത് ചെയ്യണം? ഓരോന്നിന്റെ വാല്യൂ തമ്മിൽ ആഡ് ചെയ്യണം. എക്സിന്റെ വാല്യൂ 10, then plus വിന്റെ വാല്യൂ 5 plus 1. 10 plus 5 plus 1 16. XVI means 16. Okay, then third one XXXIX. XXXIX. ഫസ്റ്റ് റൂൾ പ്രകാരം ഐയും എക്സും എത്ര തവണ വരെ റിപ്പീറ്റ് ചെയ്യാം? അപ് ടു 3 times. അപ് ടു 3 times റിപ്പീറ്റ് ചെയ്താല് അതിന്റെ വാല്യൂ നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു നമ്പർ നോക്കിയേ, സി XXXIX. ഇവിടെ എക്സ് എത്ര തവണ എഴുതിയിട്ടുണ്ട്? 4 തവണ എഴുതിയിട്ടുണ്ട് അല്ലേ? XXXIX. ബട്ട് നമുക്ക് എത്ര തവണ വരെയുള്ള സിമ്പിൾ നമുക്ക് ആഡ് ചെയ്യാം, വാല്യൂ ആഡ് ചെയ്യാം? 3 തവണ വരെയുള്ള ഇതിന്റെ വാല്യൂ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ 3 എക്സിന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. 10 + 10 + 10 ടോട്ടൽ 30. നെക്സ്റ്റ് വരുന്ന IX. അതിന്റെ വാല്യൂ നമ്മൾ എന്താ ചെയ്യണ്ടേ? എക്സിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഐ വരുന്നത്. അപ്പൊ ഗ്രേറ്റർ വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ സ്മോളർ വാല്യൂ ചേരുമ്പോ എക്സിന്റെ വാല്യൂന്ന് ഐന്റെ വാല്യൂ മൈനസ് ചെയ്യണം. അപ്പൊ 10 - 1.
ix means 9. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും ഇതിന്റെ വാല്യൂ വരുന്നത്? 10 plus 10 plus 10 plus 9, that is 39. മനസ്സിലാവുന്നുണ്ടോ? ഈ 39 കിട്ടിയത് മനസ്സിലായവരെന്ന് കൈപൊതിച്ചേ. ഷഫിക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഷംവീലിന് മനസ്സിലായില്ലേ? ആഗ്നസിന് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാല് എക്സ് 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 ഐ എക്സ്. നമുക്ക് ഫസ്റ്റ് റൂൾ പ്രകാരം എക്സ് എന്ന് പറയുന്ന സിമ്പിൾ 3 times റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ 3 എക്സിന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാല് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ആദ്യത്തെ 3 എക്സിന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്തു. 10 plus 10 plus 10 30. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഐ എക്സ് അല്ലേ? ഐ എന്ന് പറയുന്നത് സ്മോളർ വാല്യൂ, എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ വാല്യൂ ആണ്. ഐന്റെ വാല്യൂ 1, എക്സിന്റെ വാല്യൂ 10. അപ്പൊ ഐ എക്സ് എന്ന് പറയുമ്പോ അവിടെ നമ്മൾ എന്തായാലും സബ്ട്രാക്ഷൻ ആയിരിക്കും നടത്തുന്നത്. കാരണം എന്താ? എക്സിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ ഐ വരുന്നേ. അപ്പോ എക്സിന്റെ വാല്യൂ നമ്മൾ ഐന്റെ വാല്യൂ മൈനസ് ചെയ്യും. എത്ര? 10 നിന്ന് 1 മൈനസ് ചെയ്താല് 9. അപ്പൊ ഐ എക്സ് എന്ന് പറഞ്ഞാല് 9. അപ്പൊ അതിന്റെ ടോട്ടൽ വാല്യൂ എത്രയായി? 30 plus 9 39. ഓക്കെ. അതുപോലെ അടുത്തത് നാലാമത്തെ. ആഗ്നസിന് മനസ്സിലായില്ലേ? ഓക്കെ. നാലാമത്തത് എക്സ് വി ഐ ഐ ഐ. ഒന്നുമില്ല, അവിടെ സിമ്പിൾസിന്റെ എല്ലാം വാല്യൂസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. എക്സിന്റെ വാല്യൂ 10, വിന്റെ വാല്യൂ 5, ഐന്റെ വാല്യൂ 1. ഐ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ എല്ലാ വാല്യൂ തമ്മിൽ ആഡ് ചെയ്താൽ മതി. 10 plus 5 plus 1 plus 1 plus 1 എത്രയായിരിക്കും? 18. അതേപോലെ തന്നെയാണ് അടുത്ത രണ്ടെണ്ണം വരുന്നത്. എക്സ് 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 വി ഐ ഐ. എക്സ് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ 10 plus 10 plus 10. പിന്നെ അതിന്റെ കൂടെ വിന്റെ വാല്യൂ 5. then ഐ 2 times റിപ്പീറ്റ് ചെയ്യുന്നു. 1 plus 1. ടോട്ടൽ 37. ഓക്കെ. നെക്സ്റ്റ് എക്സ് എക്സ് ഐ ഐ. സെയിം തന്നെ. എക്സ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. 2ന്റെ വാല്യൂ ആഡ് ചെയ്തു. 10 plus 10 20. then ഐ 1 plus 1 2. ടോട്ടൽ 22. അപ്പൊ എക്സാമ്പിൾ ഒന്നുകൂടി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയോ? ഹോംവർക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ ഹോംവർക്ക് അതേ പേജില് ബി കണ്ടോ? എക്സ്പ്രസ് ആസ് റോമൻ ന്യൂമറൽസ്. എക്സ്പ്രസ് ആസ് റോമൻ ന്യൂമറൽസ്. നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് റോമൻ ന്യൂമറൽസിലേക്ക് മാറ്റി എഴുതണം. അതിലെല്ലാം ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന നമ്പേഴ്സ് മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് വൺ, പിന്നെ സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ, പിന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന തന്നെയല്ലേ? എന്നാ ഈ 6ഉം അടുത്ത 3 എണ്ണം കൂടി ചെയ്തു. ആദ്യത്തെ 9 എണ്ണം എന്താ അശ്വിൻ? ഹോംവർക്ക് എക്സസൈസ് 1.7 പേജ് നമ്പർ 76. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പേജില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ കണ്ടോ? ദേവാഞ്ജന ഒരു മിനിറ്റ് മോളെ. അതിലെ ആദ്യത്തെ 9 എണ്ണം. ഓക്കെ. ദേവാഞ്ജനക്ക് എന്താ പറയാനല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം.
ഇതൊന്നും കൂടി ക്ലിയർ ആയില്ല ഇപ്പോ പറഞ്ഞതുകൊണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇതിന്റെ ബാക്കി 3 കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് പറഞ്ഞത് എല്ലാവർക്കും കിട്ടിയല്ലോ. എക്സ്പ്രസ് ആസ് റോമൻ ന്യൂമറൽസ്, തന്നിട്ടുള്ള നമ്പേഴ്സിനെ റോമൻ ന്യൂമറൽസിലേക്ക് മാറ്റാം. ആദ്യത്തെ 9 എണ്ണം ചെയ്താൽ മതി, ബാക്കി 3 എണ്ണം ക്ലാസ് ടൈമിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാരും എക്സാമിന് നല്ലോണം പഠിക്കണേ. ഈ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് ഉണ്ട്. മിക്കവാറും എല്ലാം തന്നെ എന്തായിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആഗ്നസേ അത് തന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. മിക്കവാറും ഒരു 90% നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തന്നിട്ടുള്ള ഓപ്ഷന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കുക. റോമൻ ന്യൂമറൽസ് ശരിക്കും പഠിക്കണേ. ആ റൂൾസ് 3 എണ്ണം കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ റോമൻ നമ്പേഴ്സ് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. കറക്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ റൂൾസ്. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ഹോംവർക്ക് എല്ലാരും ചെയ്യണേ. Okay, let's wind up the class. See you in next class. Bye.